നല്ല സന്തോഷമുള്ള ദിവസമാകട്ടെ. സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം. പ്രത്യേകിച്ചും നിഷയുടെ സ്നേഹം കിട്ടി ആരാ സന്തോഷിക്കാതെ അല്ലേ? ആണോ? എല്ലാവർക്കും അച്ഛനമാർക്കെല്ലാം സന്തോഷമല്ലേ? പിന്നെ നമ്മുടെ മക്കളെക്കാളും കൂടുതൽ നമ്മളെ സ്നേഹിക്കും നിഷാന്ന് എനിക്ക് നന്നായിട്ടറിയാം. നാളെ ഞാനും വരേണ്ടി വരും. കാരണം നമ്മളും ഈ പ്രായത്തിലേക്ക് കടന്നു വരുമല്ലേ. ആരും ഇങ്ങനെ വരാതിരിക്കട്ടെ അല്ലേ. ഇന്ന് ലോകമെമ്പാടും വനിതാ ദിനമായി ആചരിക്കുകയാണ്. വനിതാ ദിനം ആചരിക്കുന്നതിനെ കുറിച്ച് മഹിളാ ഫെഡറേഷന്റെ നേതാക്കന്മാർ കൂടിയാലോചിച്ചു. അങ്ങനെ കൂടിയാലോചിച്ചതിന് ഫലമായി രേഖ പറഞ്ഞ് നമുക്ക് കോട്ടയത്ത് ഇതുപോലൊരു സ്ഥാപനം നടത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന നിഷയുണ്ട്. നിഷയെ മഹിളാ ഫെഡറേഷൻ്റെ പേരിൽ നിന്ന് ആദരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഇതുപോലൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കണം. ആദ്യമായിട്ടാണ് ഇവിടെ എത്താനും നിഷയെ പരിചയപ്പെടാൻ നമുക്ക് കഴിഞ്ഞത്. ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള മനസ്സ്, അത് നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒത്തിരിയേറെ അതിൻ്റെ പിന്നിൽ അധ്വാനമുണ്ട്. അങ്ങനെ രാമകൽ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങുകയും അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന നിഷയ്ക്ക് ഈ വനിതാ ദിനത്തിൽ മഹിളാ ഫെഡറേഷൻ്റെയും അതുപോലെ തന്നെ മഹിളാ ഫെഡറേഷൻ കൊടുക്കുന്ന ഒരു കൊച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി CMD അതിൻ്റെയും എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ആവശ്യമില്ല. നിഷയെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലാണ് ഞങ്ങൾ ആദരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ഈ സ്ഥാപനത്തിൽ ഇവിടെ താമസിക്കുന്ന എല്ലാ ഇതിലെ അംഗങ്ങൾക്കും ഇതിൻ്റെ പ്രവർത്തകരായി ഇവിടെ ഉള്ളവർക്കെല്ലാം സർവേശ്വരൻ ആയിരാരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ഒരു നല്ല ശുചിത്വത്തിൽ ഞാൻ അങ്ങേറ്റം ഹൃദയപൂർവ്വം നമസ്കാരം. കാരണം ഇവിടെ എത്താൻ ഒരു സാഹചര്യം ഉണ്ടായത്, ഞാൻ ഇതിൻ്റെ തൊട്ട് പരിസരത്ത് വരെ വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചപ്പോൾ യോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകും, അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വരുവാൻ ഒരവസരം കിട്ടിയത് ഒരു വലിയ ഭാഗ്യമായി എനിക്ക് തോന്നുന്നു. ഇവിടെ വന്നപ്പം നിങ്ങളെയൊക്കെ കണ്ടപ്പം എന്തോ ഒരു കണ്ണ് നിറയുന്ന ഒരു അനുഭവമാണ്. അപ്പം ഈ നിങ്ങളെയൊക്കെ നിങ്ങളുടെ കുടുംബത്തെക്കായാലും നിങ്ങളുടെ മക്കളെക്കായാലും അല്ലെ നമ്മളെയൊക്കെ ഈ അമ്മമാർക്കൊക്കെ വിട്ടുപിരിഞ്ഞു പോയ ഭർത്താക്കന്മാരൊക്കെ അവരെയൊക്കെ ഉപരി ഇതൊന്നും അറിയാത്ത നല്ലൊരു സ്നേഹത്തിൽ നമ്മളൊരു വീട്ടിൽ എങ്ങനെ കഴിയുന്നു എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥാപനത്തിൽ കഴിയാൻ നിഷ സ്നേഹക്കൂടിൻ്റെ MD തുടങ്ങി വച്ചിരിക്കുന്ന, ഇപ്പം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, 2-3 സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു നേതൃത്വം തരുവാനും നിങ്ങളെ സ്വന്തം അമ്മമാരായും അച്ഛന്മാരായും ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം രായും പകലും നമ്മളോടൊപ്പം നിൽക്കുന്ന നിഷയെ എങ്ങനെ ആദരിക്കണം? ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളൊരു ആദരവ് ഉദ്ദേശിച്ചിവിടെ വന്നത് അതൊന്നുമല്ല എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു വരവും ഈ ഒരു ആദരവും അതിലുപരി നിങ്ങളെ ഇനി കാണുവാനും ഈ സംഘടനയുടെ നാമത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് എത്തിച്ചു തരുവാനും ഈ സംഘടന മുൻകൈയെടുക്കും. ആ സംഘടനയെ സഹായിക്കാൻ ഏതൊക്കെ തരത്തിൽ സഹായിക്കാവോ ആ സഹായത്തിന് അതിന്റെ പുറകിൽ ഞങ്ങളും ഉണ്ടാവും. എന്തായാലും നിങ്ങളുടെ ഈ ഒരു നല്ല കുടുംബജീവിതം ഇതാണ് എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി പറയണം. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വന്നതും ഇവരോടൊപ്പം. ഇനിയുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം
ഇവിടെ നടത്തുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു പങ്കാളിയാക്കണമെന്ന് തന്നെ ഞാൻ ഇപ്പം തന്നെ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടെ ഒന്ന് കൂടുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇങ്ങനൊരു അവസരം നമുക്കില്ലാത്ത തന്നത് ചേച്ചി ഞാൻ ആദ്യമായിട്ട് കാണണം. സ്നേഹക്കൂടിന് ബോർഡ് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ചേച്ചി ഞാൻ ആദ്യമായിട്ട് കാണുന്നു. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തിയാൽ അതിന് വരണം എന്ന് സന്തോഷത്തോടെ പറയുന്നു. വേദി വന്ന് എന്നത് സംസാരിക്കാനും എല്ലാവരുമായിട്ടൊന്ന് കാണാനും എല്ലാവരും ഈ കൂട്ടുകുടുംബത്തിലേക്ക് വന്ന് എല്ലാവരും ഒന്ന് കണ്ടു എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് ആ സ്നേഹം എന്നും മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളൊന്നും എല്ലാവർക്കും